പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തെയും അവരുടെ സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ മിക്ക പ്രതിരോധ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിദേശ ശക്തികൾ നിലയുറപ്പിക്കുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ സാമ്പത്തിക സഖ്യകക്ഷികളായ UAEയിലെ ദുബായ് പോലുള്ള നഗരങ്ങൾ ഇറാന്റെ നിരീക്ഷണ വലയത്തിലാകുന്നത്. അമേരിക്ക ഇറാനെതിരെ ഒരു നീക്കം നടത്തിയാൽ അത് കേവലം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല, മറിച്ച് മേഖലയിലെ മുഴുവൻ സമാധാനത്തെയും തകർക്കുന്ന ഒന്നായിരിക്കും. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന ഓരോ ചുവടുവെപ്പും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇറാനെതിരെ ഒരു പുറപ്പാടിന് അമേരിക്ക മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം കേവലം ഇറാൻ അതിർത്തികളിൽ ഒതുങ്ങില്ല എന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെയാണ് ദുബായ് എന്ന മഹാനഗരം ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറുന്നത്. അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ തന്ത്രങ്ങളിൽ ഒന്ന് തങ്ങളുടെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താൽപര്യങ്ങളെ ആക്രമിക്കുക എന്നതാണ്. ദുബായ് ഇന്ന് ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെയുള്ള നിക്ഷേപങ്ങളിൽ വലിയൊരു ഭാഗവും പാശ്ചാത്യ രാജ്യങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ ദുബായ്ക്ക് നേരെ ഒരു ചെറിയ ഭീഷണി ഉണ്ടായാൽ പോലും അത് ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കും. ഇതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പിന്റെ കാതൽ. ദുബായ് എന്തിനാവാം ഇറാൻ ലക്ഷ്യമിടുന്നത്? ഒരു യുദ്ധമുണ്ടായാൽ ദുബായ് ഇറാന്റെ നിഴൽ യുദ്ധത്തിന് ഇരയാകാൻ സാധ്യതയുള്ളതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. അമേരിക്കൻ സൈനിക സാന്നിധ്യമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. UAEയിലെ വിവിധ സൈനിക താവളങ്ങളിൽ അമേരിക്ക സൈന്യത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്ക ഈ താവളങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നതും ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രത്യാക്രമണം എന്ന നിലയിൽ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തെ തന്നെയാകും. UAEയിലെ അൽദാഫ്ര പോലുള്ള വ്യോമതാവളങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന താവളങ്ങളാണ്. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള അത്യാധുനിക പോർ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഇതിനെ കാണുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഈ മണ്ണ് ഉപയോഗിച്ചാൽ തിരിച്ചടി നൽകാൻ ഇറാൻ ഒട്ടും വൈകില്ല. ദുബായിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഈ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ആ നഗരത്തിന്റെ സുരക്ഷിതത്വം പൂർണ്ണമായും ഇല്ലാതാക്കും. തങ്ങളെ ആക്രമിക്കാൻ അയൽ രാജ്യത്തെ ഭൂമി വിട്ടുകൊടുത്തവർ അതിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരും എന്ന ഇറാന്റെ നയം വളരെ വ്യക്തവും ലളിതവുമാണ്. അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളാണ് എന്ന് തെളിയിക്കാൻ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളെ തന്നെയായിരിക്കും. അടുത്തത് സാമ്പത്തിക ആഘാതമാണ്. ദുബായ് ഇന്ന് മിഡിൽ ഈസ്റ്റിലെ വ്യാപാരത്തിന്റെ സിരയാണ്. ഒരു മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണിയോ ഉണ്ടായാൽ നിക്ഷേപകർ കൂട്ടത്തോടെ ദുബായ് വിടും. ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഇതും ഇറാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദുബായ് ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക സ്പന്ദനമാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നിക്ഷേപങ്ങളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ ചെറിയൊരു വിറയൽ പോലും ഈ സാമ്പത്തിക സാമ്രാജ്യത്തെ തകർക്കാൻ പര്യാപ്തമാണ് എന്നതാണ് വസ്തുത. ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ദുബായിലെ കെട്ടിടങ്ങളെയല്ല, മറിച്ച് ആ നഗരത്തോടുള്ള ആഗോള വിശ്വാസത്തെയാണ്. നിക്ഷേപകരുടെ പലായനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മിസൈൽ ഭീഷണി ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ അന്താരാഷ്ട്ര കമ്പനികൾ തങ്ങളുടെ ആസ്ഥാനങ്ങൾ അവിടെ നിന്നും മാറ്റും. ഇത് ദുബായിയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ഒന്നാണ്. വിനോദസഞ്ചാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചു കഴിയുന്ന ദുബായിലേക്ക് യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ആരും തന്നെ വരാൻ തയ്യാറാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനരഹിതമായാൽ അത് ആഗോള വ്യോമയാന മേഖലയെ തന്നെ തളർത്തിക്കളയും. ഹോർമൂസ് കടലിടുക്ക് തടയുന്നതിലൂടെ ലോക എണ്ണ വിതരണത്തെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയും. ഇതിനോടൊപ്പം ദുബായ് പോലുള്ള വ്യാപാര കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിനായിരിക്കും അത് തുടക്കമിടുക. അമേരിക്കയുടെ യുദ്ധവെറിക്ക് നൽകേണ്ടി വരുന്ന വില ദുബായിയുടെ തകർച്ചയായിരിക്കുമെന്ന മുന്നറിയിപ്പിലൂടെ അമേരിക്കയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, GCC രാജ്യങ്ങൾ നൽകുന്ന കടുത്ത മുന്നറിയിപ്പാണ് ദുബായ്ക്ക് നേരെയുള്ള ഇറാന്റെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ആതിഥ്യമരുളുന്നവരാണ്. ഈ മേഖലയിൽ അമേരിക്കൻ സംരക്ഷണം എന്ന വ്യാമോഹത്തിൽ കഴിയുന്ന രാജ്യങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം സുരക്ഷ കൈപ്പിടിയിലല്ല എന്ന് ഇറാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ദുബായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് റിയാദിനും കുവൈറ്റിനും വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയായിരിക്കും. വിദേശ ശക്തികളെ മേഖലയിൽ നിന്നും പുറത്താക്കിയാൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ എന്ന് ഇറാൻ ആവർത്തിക്കുന്നുമുണ്ട്. അമേരിക്കയുമായുള്ള സഖ്യം അപകടമാണ് എന്ന് തെളിയിക്കാൻ ദുബായിയെ ഒരു പരീക്ഷണ വസ്തുവാക്കാനും ഇറാൻ മടിക്കില്ല.
ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്താണ് UAE. അതുകൊണ്ട് തന്നെ ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് ദുബായിലെ ഏത് കോണിലും സെക്കൻഡുകൾക്കുള്ളിൽ നാശം വിതയ്ക്കാൻ സാധിക്കും. ദൂരപരിധി കുറവായതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും പലപ്പോഴും ഈ ആക്രമണങ്ങളെ തടയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ദുബായിക്ക് നേരെ തിരിയുകയും ചെയ്താൽ ഉണ്ടായേക്കാവുന്ന ഭീമമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയ്ക്കായിരിക്കും ഇത് വഴിയൊരുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണ്. വിനോദസഞ്ചാരത്തെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഒരു നഗരത്തിന് ഒരു മാസത്തെ യുദ്ധം പോലും താങ്ങാൻ കഴിയില്ല. ദുബായിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. ഇത് ആഗോള വിതരണ ശൃംഖലയെ തന്നെ ബാധിക്കും. ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ശക്തികളെ പ്രതിരോധിക്കാൻ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഈ നഗരങ്ങളുടെ സുരക്ഷ തന്നെയാണ്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തങ്ങളുടെ ശത്രുക്കളുടെ സഖ്യകക്ഷികൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇറാന്റെ സൈനിക ശക്തിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇന്ന് ലോകം അംഗീകരിച്ചതാണ്. ഒരു നേരിട്ടുള്ള കരയുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ ഇറാൻ പരീക്ഷിക്കാത്ത ആയുധങ്ങൾ പോലും ദുബായ് പോലുള്ള പ്രധാനമായ ഇടങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടേക്കാം. ഇത് കേവലം ഒരു ഭീഷണിയൊന്നുമല്ല, മറിച്ച് തന്റെ നിലനിൽപ്പിനായി പോരാടുന്ന ഒരു രാജ്യം കൈക്കൊള്ളുന്ന അങ്ങേയറ്റത്തെ പ്രതിരോധ നടപടി മാത്രമായിരിക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെ വാശിയും ഇറാനുമായുള്ള ശത്രുതയും ദുബായ് എന്ന സ്വപ്ന നഗരത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് മുന്നിൽ ദുബായ്ക്ക് പ്രതിരോധം തീർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഓരോ വെല്ലുവിളിയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും തകർച്ചയിലേക്കുള്ള വഴിയായിരിക്കും തുറക്കുക. അമേരിക്ക എന്ന ആഗോള ശക്തി ഇന്ന് ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. പശ്ചിമേഷ്യയിൽ അവർ വിതയ്ക്കുന്ന ഓരോ സംഘർഷത്തിനും പിന്നിൽ ജനാധിപത്യമോ മനുഷ്യാവകാശമോ അല്ല, മറിച്ച് ഇറാന്റെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന കറുത്ത പൊന്ന് പെട്രോളിയം മാത്രമാണ്. ഒരു വലിയ ഗ്രാനൈറ്റ് പാറയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് പോലെ ഇറാനെ വിഴുങ്ങാൻ അമേരിക്ക പല്ലിളിച്ചു നിൽക്കുകയാണ്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ ഒരിക്കലും സമാധാനത്തിനു വേണ്ടിയായിരുന്നില്ല. ഇറാഖിലും ലിബിയയിലും നമ്മൾ കണ്ടത് ഇറാന്റെ കാര്യത്തിലും ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നതാണ് വാഷിംഗ്ടണിന്റെ യഥാർത്ഥ ലക്ഷ്യം. സമാധാനം എന്നത് അവർ ലോകത്തെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന വെറും ഒരു തന്ത്ര വാക്ക് മാത്രമാണ്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ തങ്ങളുടെ പതാക നാട്ടാൻ അമേരിക്ക വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ ഈ എണ്ണപ്പാടങ്ങൾ കാക്കാൻ ഇറാന്റെ സൈന്യം സുസജ്ജമാണെന്ന സത്യം അമേരിക്കയ്ക്ക് വിസ്മരിക്കാനുമാകുന്നില്ല. അമേരിക്ക പലപ്പോഴും അവകാശപ്പെടുന്നത് തങ്ങൾ ഇറാന്റെ സൈനിക ശേഷി തകർത്തു എന്നാണ്. അവിടെയാണ് വലിയൊരു വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധം തകർക്കപ്പെട്ടുവെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്ക വീണ്ടും യുദ്ധത്തിന് മുതിരുന്നത്? നശിപ്പിക്കപ്പെട്ട ഒന്നിനെ വീണ്ടും സൈന്യത്തിന് അയച്ച് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത് വെളിപ്പെടുന്നത്. അമേരിക്കയുടെ മിസൈലുകൾക്കും ഉപരോധങ്ങൾക്കും ഇറാന്റെ ഇച്ഛാശക്തിയെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ്. തങ്ങൾ ജയിച്ചു എന്ന് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അവർ ഉള്ളിൽ ഇറാനെ ഭയപ്പെടുന്നു. ആ ഭയമാണ് അവർ വീണ്ടും വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇറാനെ ഭയപ്പെടാൻ ഒരു പ്രധാന കാരണമുണ്ട്. അത് ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും സൈനിക ആധുനികവൽക്കരണവുമാണ്. വർഷങ്ങളായി അമേരിക്കയും അവരുടെ ചാര സംഘടനകളും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു. സൈബർ ആക്രമണങ്ങളും ഉപരോധങ്ങളും അവർ പയറ്റി നോക്കി. എന്നാൽ ഇറാൻ കൂടുതൽ കരുത്തോടെ ഉയർന്നു വരുന്നതാണ് ലോകം കണ്ടത്. ഉപരിതലത്തിലെ ആക്രമണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിൽ നിർമ്മിക്കപ്പെട്ട അത്യാധുനിക ലബോറട്ടറികളും മിസൈൽ ശേഖരങ്ങളും ഇറാന്റെ കരുത്താണ്. അമേരിക്കയുടെ പക്കലുള്ള പുതിയ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ആഴത്തിലാണ് ഇറാന്റെ ആയുധ ശേഖരം. വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം മണ്ണിൽ ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കാൻ ഇറാന് സാധിച്ചിട്ടുമുണ്ട്. ഇത് അമേരിക്കയെ അമ്പരപ്പിക്കുന്നു. തങ്ങൾ നശിപ്പിച്ചു എന്ന് കരുതുന്നിടത്തുനിന്നെല്ലാം അവർ അതിവേഗം പുനർനിർമ്മാണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെ ഒരു അജയ്യമായ ശക്തിയായി വിശേഷിപ്പിക്കാതെ നിവർത്തിയില്ല. അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇറാൻ ആദ്യം പ്രയോഗിക്കുന്ന തന്ത്രം ശത്രുവിന്റെ സാമ്പത്തിക സഖ്യകക്ഷികളെ തകർക്കുക എന്നതായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ ദുബായ് പിന്നെ പറയേണ്ടതുമില്ല. ഇറാന്റെ ആണവ ശക്തിയെയും മിസൈൽ ശേഖരത്തെയും കുറച്ചു കണ്ടാൽ
അതിന്റെ വില നൽകേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിലെ തിളങ്ങുന്ന ഒരു നഗരമായിരിക്കും. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് ഏത് രാജ്യത്തെ മണ്ണിൽ നിന്നാണോ ആ മണ്ണ് ഇറാന്റെ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനമാകും. അമേരിക്കയുടെ ആഗ്രഹം ഇറാനെ വിഴുങ്ങുക എന്നാണെങ്കിലും അത് അവരുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു കഠിനമായ ഗ്രാനൈറ്റ് കഷ്ണമായി മാറും. ഇറാന്റെ ആണവക്കരുത്തും സൈനിക വീര്യവും അമേരിക്കയ്ക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് എന്ന ചരിത്രം തെളിയിക്കും. ഈ യുദ്ധം അമേരിക്ക തുടങ്ങി വെച്ചേക്കാം, പക്ഷേ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്ന് പറഞ്ഞത് ഒരിക്കലും വെറും വാക്കായിരുന്നില്ല എന്നാണ് ഈ കഴിഞ്ഞുപോയ 60 ദിവസക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.